ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ സ്റ്റുഡൻസും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നമ്പർ 1, ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം. ആൻസർ രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം. നമ്പർ 2, ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം. ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ജപ്പാൻ. നമ്പർ 3, ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക. നമ്പർ 4, ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമ നാഗസാക്കി. ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമ നാഗസാക്കി. നമ്പർ 5, ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഹിരോഷിമ. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരമാണ് ഹിരോഷിമ. നമ്പർ 6, ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം. ആൻസർ അമേരിക്ക. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യമാണ് അമേരിക്ക. നമ്പർ 7, നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്ക. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്ക. നമ്പർ 8, ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. നമ്പർ 9, ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റാണ് ബറാക് ഒബാമ. നമ്പർ 10, അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ആഗസ്റ്റ് 6-ന്. 1945 ആഗസ്റ്റ് 6-ന്. നമ്പർ 11, അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം രാവിലെ 8:15-ന്. രാവിലെ 8:15-ന്. നമ്പർ 12, അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ആഗസ്റ്റ് 9-ന്. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ആഗസ്റ്റ് 9-ന്. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം പകൽ 11:02-ന്. നമ്പർ 14, ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. നമ്പർ 15, ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം 4400 കിലോഗ്രാം. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം 4400 കിലോഗ്രാം. നമ്പർ 16, ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ നീളം 3 മീറ്റർ. നമ്പർ 17, ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എനോള ഗേ. നമ്പർ 18, ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് പോൾ W. ടിബറ്റ്. നമ്പർ 19, നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരാണ് ഫാറ്റ്മാൻ. നമ്പർ 20, ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം. ആൻസർ 4670 കിലോഗ്രാം. നമ്പർ 21, ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ നീളം 3.3 മീറ്റർ. നമ്പർ 22, ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം യുറേനിയം 235. നമ്പർ 23, നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ബോസ്കർ. നമ്പർ 24, നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ പേര് ക്യാപ്റ്റൻ മേജർ സീനി. നമ്പർ 25, നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു. ആൻസർ പ്ലൂട്ടോണിയം 239. ആൻസർ പ്ലൂട്ടോണിയം 239. 26, ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? ആൻസർ പേൾ ഹാർബർ തുറമുഖം. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം ഉപയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. നമ്പർ 27, ഹിരോഷിമയിലെ ബോംബാക്രമണത്തെ തുടർന്ന്
അനുപ്രസരണം ഏറ്റു രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി. ആൻസർ സഡാക്കോ സസക്കി. സഡാക്കോ സസക്കി. നമ്പർ 28. സഡാക്കോ സസക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി കരുതിപ്പോരുന്നു? ആൻസർ ലോക സമാധാനത്തിൻ്റെ. നമ്പർ 29. 2 അണുബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി. സുറ്റോമു യമഗുച്ചി. നമ്പർ 13. ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര്. ആൻസർ ലിറ്റിൽ ബോയ്. 1945 ഹിരോഷിമയിലാണ് ഇത് പ്രയോഗിച്ചത്. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് പാർട്ട് 1 ആണ്. ഇതിൻ്റെ പാർട്ട് 2 പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.